കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട അലന്റെ മൃതദേഹം കാണാൻ അമ്മ അവിടെ എത്തിച്ചേരുകയാണ്. അമ്മയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായ അമ്മ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമ്മയെ അവിടേക്ക് കൊണ്ടുവരികയാണ്. മകനെ CB അനുമോദ് ചേരുന്നു. അനുമോദ്, അമ്മ അവിടെ എത്തിയോ? സ്വന്തം മാതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ജീവൻ താൻ കൊടുക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. അലന് പകരം ദുഃഖസാന്ദ്രമായ നിമിഷങ്ങൾക്കാണ് ഈ വീട് സാക്ഷ്യം വഹിക്കുന്നത്. അലന്റെ വീടിന്റെ മുൻപിലേക്ക് ആംബുലൻസ് എത്തിയത് കാണാൻ സാധിക്കും. ഈ ആംബുലൻസ് നേരെ പുറകിലേക്ക് ആയിട്ടാണ് വരിക. അമ്മ ആംബുലൻസിലാണുള്ളത്. സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് തന്നെ അവരെ പുറത്തിറക്കി മകനെ അവസാനമായി ഒരു നോക്ക് കാണിക്കാനാണ് ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും തീരുമാനം. തോളിനും നട്ടലിനും ഒക്കെ പരിക്കേറ്റ് മോശം ആരോഗ്യാവസ്ഥയിലാണ് വിജി. പക്ഷേ തന്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണുക, അതിനു മുൻപിൽ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും വലുതല്ല. മകനെ അവസാനമായി ഒരു നോക്ക് കണ്ടുപണങ്ങുക അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ആ ഒരു നിമിഷം. നമുക്കറിയാം, ഈ വീടിന് ഏതാനും മീറ്ററുകൾ വെച്ചാണ് വിജയും മകനും ആക്രമിക്കപ്പെട്ടത്. ഏതാനും മീറ്ററുകൾക്കപ്പുറം നമുക്കിപ്പോഴും വരുന്ന വഴിക്ക് വിജയുടെ ചെരുപ്പും അലന്റെ ചെരുപ്പും ഒക്കെ കാണാം. അവര് കൊണ്ടുവന്ന പാലും കാപ്പിപ്പൊടി പാക്കറ്റൊക്കെ വഴിയിൽ ചെതറിത്തെറിച്ച് കിടക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണാം. അതിനരികിലൂടെ വിജി ഒരിക്കൽ കൂടി വന്നു തനിച്ച്. അവിടെ വെച്ച് അവസാനമായി തന്റെ മകനെ ആന ആക്രമിച്ചു എന്ന കാര്യം വിജി തന്നെയാണ് മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അവസാനമായി മകനെ ഒരു നോക്ക് കാണാൻ വിജി വരികയാണ്. അല്പ നിമിഷങ്ങൾക്കകം അവരെ സ്ട്രെച്ചറിൽ വീടിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അലന്റെ മൃതദേഹം വീടിന് പുറത്താണ് കിടത്തിയിരിക്കുന്നത്. പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആരും ഏറെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. തന്റെ ആരോഗ്യസ്ഥിതി അതെന്തുമാവട്ടെ, തന്റെ മകനെ അവസാനമായിട്ടൊരു നോക്ക് കാണുക എന്ന ആ ഒരു ദുഃഖകരമായ കാഴ്ചയാണ് ദൗർഭാഗ്യവശാൽ ഇവിടെ എത്തിച്ചേർന്നവർക്ക് കാണേണ്ടി വരുന്നത്. അമ്മയെ കൊണ്ടുവന്ന ആംബുലൻസ് വീടിന് ഏതാനും മീറ്ററുകളെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് സ്ട്രെച്ചർ വഴി അമ്മയെ വിജിയെ അലന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നാടൊന്നാകെ രാവിലെ മുതൽ അലൻ അവസാനമായി ഒരു നോക്ക് കാണുവാനും യാത്രാമൊഴിയേകുവാനും ഈ മലയടിവാരത്തുള്ള ചെറിയ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. MLA-മാരും പ്രാദേശിക ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും വിവിധ മേഖലയിലുള്ളവരും സഹപാഠികളും സുഹൃത്തുക്കളും ഇതുവരെ പരിചയമില്ലാത്തവരും എല്ലാം ഇവിടേക്ക് രാവിലെ മുതൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കാണാം, വഴി ഒരുക്കുകയാണ്. വീടിന്റെ രണ്ട് വശത്തേക്ക് ആളുകൾ മാറി നിന്ന് ആ സ്ട്രെച്ചറിൽ അമ്മയെ കൊണ്ടുവരാനുള്ള വഴിയൊരുക്കുകയാണ്. എല്ലാവരും സ്വയം നിയന്ത്രിച്ച് ആ അമ്മയ്ക്ക് അവസാനമായി തന്റെ മകനെ ഒരു നോക്ക് കാണുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ഏറെ ദുഃഖകരമാണ്, അതിവൈകാരികമാണ് ഈ നിമിഷങ്ങൾ. നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇവിടെ എത്തിയവർ. എല്ലാവരും കൃത്യമായ വഴി നൽകുക, കൃത്യമായ അകലം പാലിക്കുക, അവർക്ക് മകനെ കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകുക എന്നീ നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു നാടൊന്നാകെ വിട ചൊല്ലുകയാണ്.
അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ. സ്ട്രെച്ചറിലാണ് വിജി തൻ്റെ മകനെ അവസാനമായി നോക്കി കാണുവാനായി എത്തുന്നത്. 2 ദിവസം മുൻപ് ഒരുമിച്ച് വന്നവരാണ്. ഇന്നിപ്പോൾ അമ്മ മാത്രം. ഒരിക്കൽ കൂടി ഈ വഴിയിലൂടെ വിജി ഈ അവസ്ഥയിലും വന്നിരിക്കുകയാണ്. അലന് തൻ്റെ പ്രിയ മകനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ, യാത്രാമൊഴി നൽകുവാൻ. ഹൃദയഭേദകമാണ്, വൈകാരികമാണ് ഈ കാഴ്ചകൾ. എങ്ങനെ ഇതിനെ വിശദീകരിക്കണമെന്നും അറിയാനാവുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവരൊന്നും കാണാൻ പറ്റുന്ന പോയിക്കോളൂ. തൊണ്ടാണ് ഭയങ്കര തിരക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. മൈക്ക് മാറ്റി മൈക്ക് മാറ്റി സന്തോഷം മൈക്ക് മാറ്റി അവിടുന്ന് മാറി നിൽക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞതാണ് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്താണ് അവർ പറയുന്നതാണ്.
സ്വന്തം മകന്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ ഈ അവസ്ഥയിലും ആ അമ്മ ആ വീട്ടിലെത്തി മടങ്ങുകയാണ്. എന്തൊരു ദുരവസ്ഥയാണ് എന്നതാണ് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. അമ്മയെയും മകനെയും കാട്ടാനാക്രമണത്തിൽ പരിക്കുപറ്റി. മകൻ മരണപ്പെട്ടു. അമ്മയ്ക്ക് ഗുരുതരമായ പരിക്കുപറ്റി. ആശുപത്രി കിടക്കയിൽ നിന്നും സ്വന്തം മകന്റെ മൃതദേഹം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആ ആശുപത്രിയിലേക്ക് എത്തിയതാണ്. വിവരിക്കാനാവാത്ത വൈകാരിക ഘട്ടങ്ങളിലൂടെ അവിടം കടന്നു പോകുന്നു എന്നതാണ് സാഹചര്യം. മകൻ അലന്റെ മൃതദേഹം ഇതാ ഇപ്പോൾ ആ അമ്മയെ തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എത്ര വലിയ മാനസിക വ്യഥയായിരിക്കും അവർ നേരിടുക എന്നത്. നട്ടലിന് അതിഗുരുതരമായ പരിക്കുണ്ട്, തോളലിന് പരിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മകനെ ഒന്ന് കാണുന്നതിന് ഒരു നോക്ക് കാണുന്നതിന് അവസാനമായി അവരുടെ ആഗ്രഹപ്രകാരം അവിടെ എത്തി ഇപ്പോൾ തിരികെ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വന്തം മകന്റെ ആ സംസ്കാര ചടങ്ങുകളിലൊന്ന് പങ്കെടുക്കാൻ, ഒന്ന് കാണുക എന്നതിനപ്പുറത്തേക്ക് അവിടെ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാവാൻ പോലും അല്ലാത്ത ദുരവസ്ഥയിൽ ശരീരത്തിൻ്റെ വേദനയ്ക്കിടയിലും ഈ മനോവ്യഥ സഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു അമ്മയുടെ ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അലന്റെ മാതാവിനെ തിരികെ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അനുമോദ്, ദൃശ്യങ്ങൾ തന്നെ കഥ പറയുന്നുണ്ട് അവിടെ നിന്നും. അമ്മയെ അവിടെ നിന്ന് തിരികെ കൊണ്ടുപോയോ? സജിത്ത്, അമ്മ വിജിയെ ഇപ്പോൾ ഏറെ വൈകാരികമായിരുന്നു. നമുക്കൊക്കെ അത്രമാത്രം വേദന തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്, പറയാനാവാത്ത തരത്തിലുള്ള കാഴ്ചകൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലെയാണ് ഈ ആംബുലൻസ് നിർത്തിയത്. അവിടെ നിന്നും ഈ ചെറിയ വഴി ആളുകൾ സ്ട്രക്ചറിലൂടെ നമ്മൾ ഇവിടുത്തെ താഴെ വലിയ കല്ലുകളൊക്കെ ഉള്ള വഴിയാണ്. ഈ വഴിയിലൂടെയാണ് ആ പരിക്കേറ്റ അമ്മ ആ സ്ട്രക്ചറിൽ ഇവിടേക്ക് മകനെ അവസാനമായി നോക്ക് കാണാൻ വേണ്ടി എത്തിയത്. വഴിയുടെ 2 വശങ്ങളിലും ആളുകൾ കാത്തുനിന്ന് അവർക്ക് പോകാൻ സാഹചര്യമൊരുക്കി. അല്പസമയം മാത്രമാണ് അമ്മ ഇവിടെ ചെലവഴിച്ചത്. അത്രമാത്രം ഹൃദയവേദനയായിരുന്നു ആ ദൃശ്യങ്ങൾ. ഇപ്പോൾ ഇതാ മകനെ അവസാനമായി കണ്ട് യാത്രാമൊഴിയേകി അമ്മ തിരികെ പോവുകയാണ്. അല്പസമയത്തിനകം അലനും ഇവിടെ നിന്നും യാത്രയാകും. പിന്നീടെല്ലാം ഓർമ്മകൾ മാത്രമാണ്. 2 ദിവസം മുൻപാണ് ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെ വെച്ച് വൈകുന്നേരം വഴി നടന്നു വരികയായിരുന്ന അമ്മയെയും മകനെയും കാട്ടാന ആക്രമിച്ചത്. മകന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിവരം പരിക്കേറ്റ അമ്മ തന്നെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞതും തുടർന്ന് അവനെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ തെരഞ്ഞു കണ്ടെത്തിയതും. അതെ, അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇപ്പൊ അമ്മയെ തിരികെ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അമ്മ തിരികെ ആശുപത്രിയിലേക്ക് മടങ്ങി പോവുകയാണ്. മകനെ ഒരു നോക്ക് കണ്ട്, അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു നോക്ക് കണ്ട് വീണ്ടും ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ അവരെ ആശുപത്രിയിൽ നിന്നും മാറ്റാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. പക്ഷേ അമ്മയുടെ ആഗ്രഹം സ്വന്തം മകനെ ഒരു നോക്കൊന്ന് കാണണം സംസ്കാര ചടങ്ങിന് മുമ്പ്. ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്ന് കൊണ്ടുപോയി തിരികെ ആംബുലൻസിലേക്ക് കയറ്റി വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എത്ര വലിയ ഒരു ദുരന്തവും വേദനയുമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം.
കാട്ടാനയുടെ ആക്രമണത്തിലാണ് സ്വന്തം മകൻ മരണപ്പെടുന്നത്. അമ്മയും മകനും വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കാട്ടാന ആക്രമിക്കുന്നത്. അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു, മകൻ മരണപ്പെടുന്നു. പിന്നീടുണ്ടായ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും ഏറ്റവും വൈകാരിക നിമിഷങ്ങളിലൂടെ ആ പ്രദേശം കടന്നു പോവുകയാണ്. അനുമതി സൂചിപ്പിച്ചതുപോലെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇതാ ഈ ദൃശ്യങ്ങൾ നോക്കൂ. മകൻ്റെ തൊട്ടടുത്ത്, മൃതദേഹത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് അമ്മ അവസാനമായി യാത്ര പറയുന്ന ദൃശ്യങ്ങളാണ്. എങ്ങനെ വിവരിക്കാൻ കഴിയും എന്നതാണ്. കിടന്ന കിടപ്പിൽ ഒന്നനങ്ങാൻ പോലും ആവാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആ അമ്മ മകൻ്റെ വിയോഗത്തിൻ്റെ വേദന, സ്വന്തം ശരീരവേദനയും മാനസിക വ്യഥയുമായി ആ നിമിഷങ്ങളെ കടന്നു പോകാൻ അവരെടുക്കുന്ന ബുദ്ധിമുട്ട് എത്ര വലുതായിരിക്കുമെന്ന് ഓർക്കുക.